ഹൈറേഞ്ചിലെ പുണ്യപുരാതന ക്ഷേത്രമായ വാഴത്തോപ്പ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിന്റെ മകരവിളക്ക് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. മതേതരത്വത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് എല്ലാ വർഷവും നാനാജാതി മതസ്ഥരായ ആളുകൾ ഒരുമയോടെ കൊണ്ടാടുന്ന മകരവിളക്ക് മഹോത്സവം. പുരാണ കഥകളിലും കുടിയേറ്റക്കാല ചരിത്രത്തിലും ഒരേപോലെ വർണ്ണിക്കപ്പെടുന്നതാണ് പെരിയാറിന്റെ തീരവും സമീപ പ്രദേശങ്ങളും. ഇടുക്കി പദ്ധതി കാലഘട്ടത്തിൽ ജില്ലാ ആസ്ഥാന മേഖലയിലെത്തിയ ഭക്തർക്കായി മലമുകളിൽ ദൈവസാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്താണ് വാഴത്തോപ്പ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത്. അന്നു മുതൽ ഈ പ്രദേശത്തിന്റെ പ്രധാനപ്പെട്ട ആഘോഷമാണ് മകരവിളക്ക് മഹോത്സവവും തിരുവാഭരണ ഘോഷയാത്രയും. ജനുവരി 14 രാവിലെ 5 പള്ളിയുണർത്തലോടെ മകരവിളക്ക് മഹോത്സവത്തിന്റെ ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് ക്ഷേത്രം മേൽശാന്തി ബിജുശാന്തികൾ, സെക്രട്ടറി എസ് അജിത് കുമാർ എന്നിവർ അറിയിച്ചു. തിരുവുത്സവത്തോടനുബന്ധിച്ച് പൈനാവ് ക്ഷേത്രത്തിൽ നിന്നും ഭദ്രദീപം തെളിയിച്ച് വെള്ളാപ്പാറ ശ്രീ ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന അതിവിശിഷ്ടമായ ഘോഷയാത്ര ഭഗവാനെ തങ്ക അങ്കയോടുകൂടി ഉള്ള പരമമായ ഒരു ഘോഷയാത്രയാണ് നടക്കുന്നത്. വൈകിട്ട് 4:45 വെള്ളപ്പാറ ശ്രീ മഹേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് നിശ്ചല ദൃശ്യങ്ങളുടെയും താളമേള നടനങ്ങളുടെയും അകമ്പടിയോടുകൂടി വർണ്ണശബളമായ താലപ്പൊലി ഘോഷയാത്ര ആരംഭിക്കും. ചെറുതോണി ടൗണിലൂടെ എത്തുന്ന ഘോഷയാത്രയിൽ സഹോദര മതവിശ്വാസികൾ ഉൾപ്പെടെ സ്വീകരണങ്ങൾ നൽകും. മകരവിളക്ക് മഹോത്സവത്തിന്റെ ഘോഷയാത്ര ചെറുതോണി ടൗണിൽ എത്തിച്ചേരുമ്പോൾ നമ്മുടെ സഹോദര മതസ്ഥര് നമ്മളെ അവിടെ വെച്ച് സ്വീകരിക്കുകയും ചെയ്യാറുണ്ട്. ഇതൊരു മതേതരത്വപരമായിട്ടുള്ള ഒരു ഘോഷയാത്രയായിട്ട് അല്ലെങ്കിൽ ഒരു ഉത്സവമായിട്ടാണ്, ഈ നാടിൻ്റെ ഉത്സവമാണ്. ചടങ്ങുകൾക്ക് പ്രസിഡന്റ് TA ആനന്ദകുമാർ, വൈസ് പ്രസിഡന്റുമാരായ PK ജയൻ, PN സതീശൻ, ട്രഷറർ സുരേന്ദ്രൻ പാറയിൽ, കുഞ്ഞമ്മ ശിവൻ, ബിജു TP, രത്നകുമാർ എന്നിവർ നേതൃത്വം നൽകും. സിറ്റി വിഷൻ, ഇടുക്കി.